ഇന്ന് നമ്മുടെ അതിഥി പ്രവീൺ രവിയാണ്. അപ്പോൾ വെൽക്കം പ്രവീൺ രവി. താങ്ക് യു. സാധാരണയായിട്ട് നമുക്ക് ഒരാളുടെ ലൈഫിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്, അല്ലേ? പക്ഷെ ആ ഇൻഷുറൻസ് എടുക്കുന്നതിനെ പറ്റി പ്രവീണ് ഇത്ര വളരെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു, ഇൻഷുറൻസ് കമ്പനിയെ എതിർക്കുന്നു, അതിനായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇല്ലില്ല, അത് ഒരിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ട് ഇൻഷുറൻസ് എടുക്കാതിന്റെ ഗുണം, അതായത് ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് റിജക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാവും. ഞാൻ വിദേശത്തായിരുന്നു വർഷങ്ങളായിട്ട്. അവിടുത്തെ ഇൻഷുറൻസിലൊന്നും നമുക്കൊരു പ്രശ്നവും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ ഇന്ത്യയിലും ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല എങ്കിലും എടുത്തു വെച്ചിരുന്നു. ഞാനൊരു 3-4 കൊല്ലം മുമ്പ് എടുത്തതാണ്. അപ്പോൾ ആ ഇൻഷുറൻസ് ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, ബിക്കോസ് ഞാൻ വെളിയിലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു. അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളുടെ തട്ടിപ്പിനെ കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്ക് നേരിട്ട് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അധികം കൺസേൺഡ് അല്ലാതെ മാറി നിന്നു. ദെൻ ഞാനിവിടെ വന്ന സമയത്തിന് നമുക്കൊരു ആവശ്യമുണ്ട്. എൻ്റെ ഇളയ മോൾക്കൊരു ചെറിയൊരു സർജറി പറയുന്നു. അപ്പോൾ ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ട്. യെസ്, ഇൻഷുറൻസ് ഉണ്ട്. അവർക്ക് തന്നെ ഒരു ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട് ഹോസ്പിറ്റലിൽ. അവർ ഇൻഷുറൻസ് ഡെസ്ക് ചെയ്യുന്നത് എൻ്റെ ഇൻഷുറൻസ് നിവ ബുപ്പയാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഇൻഷുറൻസ് ആണെന്ന് എടുത്ത്. അപ്പം നിവ ബുപ്പയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവർ അപ്രൂവൽ തരുന്നു. എല്ലാം വെരി ഗുഡ്. ഞാൻ പറഞ്ഞു, ഇത് ഈ ആൾക്കാർ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, ഇതാണ് ഇൻഷുറൻസ് ഒക്കെ വേണമെന്നോ, എവരിതിങ് ഈസ് ഈസി. അപ്പം 1,20,000 രൂപയാണ് സർജറിയുടെ കോസ്റ്റ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ സർജറിക്ക് ഒരു ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യണമല്ലോ, എൻ്റെ പ്രീ ചെക്കപ്പിനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അഡ്മിറ്റ് ചെയ്യുമ്പം ഞാൻ ചുമ്മാ എൻ്റെ മെയിലൊന്ന് പരിശോധിക്കുന്നു വെറുതെ. അപ്പോൾ ഞാൻ നോക്കി നിവ ബുപ്പയുടെ ഒരു മെയിൽ കിടക്കുന്നു. ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും യുവർ പ്രീ അപ്രൂവൽ ഹാസ് ബീൻ റിവേഴ്സ്ഡ്. എന്താ കാര്യം എന്നൊന്നും വ്യക്തമായിട്ട് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത് സർജറി ഡേ തന്നെയാണ്, സർജറി ഡേയുടെ തൊട്ട് മുമ്പ്. പറഞ്ഞാൽ നമ്മൾ പക്ഷേ അപ്പോഴത്തേന് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഈ സർജറിക്ക് മുമ്പുള്ള ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഉടനെ നിവ ബുപ്പയെ വിളിച്ചു. ഇതെന്ത് പരിപാടി നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ അപ്രൂവൽ തരാൻ വേണ്ടി എന്നെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പം നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളെ ഫോൺ വിളിച്ച് പോലും അറിയിച്ചില്ല. നിങ്ങളൊരു മെയിൽ അയച്ചിട്ടിരിക്കുന്നു. ഞാനിതെങ്ങനെ അറിയും? ഞാൻ ഈ മെയിൽ നോക്കിയില്ലേ, ഇത് അറിയില്ല. പേയ്മെൻറ്റിൻ്റെ സമയമാകുമ്പോഴായിരിക്കും അവർ ഹോസ്പിറ്റലുകാർ പറയുന്നത് ഇതായാലും. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സാർ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ കുറേ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇതേ സെയിം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു, നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യെസ് കിട്ടിയിരുന്നു സാർ. ഞാൻ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്? അത് ഞങ്ങളുടെ ഇവിടെ സിസ്റ്റം ഡൗൺ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇത് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാ പേപ്പറും കൊടുക്കും, അത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. അപ്പം നിവ ബുപ്പക്കാരും എന്നോട് പറഞ്ഞു, നിങ്ങൾ റീഇംബേഴ്സ് ചെയ്താൽ മതി, നോർമൽ പ്രോസസ്സാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റീഇംബേഴ്സ്മെൻറ്റ് അതിനൊരു ടൈം പീരീഡ് ഉണ്ടാവില്ലേ? അല്ല, 30 ദിവസത്തിന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിന് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനും ഓർത്തു ഓക്കെ. അപ്പോൾ ഹോസ്പിറ്റലുകാർ തന്നെ പറഞ്ഞു, സാറ് ഇവിടെ തന്നെ നമ്മൾക്കൊരു ലോൺ ഫെസിലിറ്റി ഉണ്ട്, അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊരു പ്രൈവറ്റ് ഫിനാൻസിയേഴ്സാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ലോൺ ഫെസിലിറ്റി അഗ്രി ചെയ്താൽ അവർ നമുക്ക് വേണ്ടി പേ ചെയ്യും. 30 ദിവസത്തേക്ക് ഫ്രീ ആണ്. എന്നാൽ 30 ദിവസത്തിനകത്ത് ആ പൈസ കൊടുത്താൽ മതി. അപ്പോഴത്തേനും നിങ്ങൾക്ക് നിവ ബുപ്പ പൈസ കിട്ടും. ഇൻട്രസ്റ്റ് ഒന്നും വരില്ല. അപ്പം ഞാൻ ഓർത്താ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, കയ്യിലിരിക്കുന്ന പൈസ കൊടുക്കണ്ടല്ലോ എന്നും കരുതി ഞാനിതെല്ലാം പറഞ്ഞു. സർജറി കഴിഞ്ഞു, വെളിയിലിറങ്ങി. അവരുടെ ഹോസ്പിറ്റലുകാരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഹോസ്പിറ്റലുകാർ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നു. ഞാൻ നിവ ബുപ്പയിൽ അപ്ലൈ ചെയ്യുന്നു. എൻ്റെ വിചാരം എന്നാ, ഒരാഴ്ചയ്ക്കകം പൈസ കിട്ടും. അപ്പോൾ ആ പൈസ എടുത്തിട്ട് ബാങ്കുകാർക്ക് കൊടുക്കാം. ഇതിവരിങ്ങനെ നമ്മളോട് ഓരോ, പിന്നെ നിവ ബുപ്പ ആ ഡോക്യുമെൻ്റ് ഇല്ല, ഈ ഡോക്യുമെൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെൻ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചോദിക്കും, ഈ ഡോക്യുമെൻ്റ് അവർ ചോദിക്കുന്നു. ഹോസ്പിറ്റലുകാരെല്ലാം തന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആൾ വന്നിട്ട് നിങ്ങൾ ശരിക്കും ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അല്ലല്ല, ഇത് ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ പയ്യൻ വന്നിട്ട്, ഇൻഷുറൻസിൻ്റെ ആൾക്കാരാണ്, അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് അവരോട് പറഞ്ഞു, ഈ ആസ്ട്രി കാണിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കാരിത്താസിൽ കാണിച്ചിരുന്നു. അത് ഒരു 6 മാസം മുന്നേ. അപ്പോൾ അവിടുന്ന് സർജറി സജസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ഈ കാര്യവും പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കൂടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തേക്കാനും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ വിളിച്ച് അവർ നമുക്ക് അയച്ചു തന്നു, അവിടുത്തെ PR. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അയച്ചത് ഇവിടെയാണ്. അതും ഇൻഷുറൻസ് എടുത്തിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് കാരിത്താസിലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുതൊട്ട് ഇതുവരെ
ഉള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ സബ്മിറ്റ് ചെയ്തപ്പം പിന്നെ ഇവരുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് ഫുള്ളില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ റിജക്റ്റ് ചെയ്യത്തുമില്ല. കാരണം റിജക്റ്റ് ചെയ്താൽ നമ്മൾ കേസിന് പോകും. റിജക്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി. ഇത് എത്ര 1 മാസം കഴിഞ്ഞു, 2 മാസം. ഞാൻ പിന്നെ മറ്റേ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ ബാങ്കുകാർക്ക് കൊടുക്കും. ഇത് ഉടനെ ഒന്നും നടപടി ഇടുന്ന പരിപാടിയല്ലോ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഡോക്യുമെൻ്റാണ് ഇല്ല എന്ന് പറയുന്നത്? അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കാരിത്താസിൽ കാണിക്കുന്നതിന് മുമ്പ് ചികിത്സിച്ച ഡോക്യുമെന്റ്. നമ്മൾ കാരിത്താസിൽ കാണിക്കുന്നതിന് മുമ്പ് കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇവിടെ ഞങ്ങൾ ഡോക്യുമെന്റ്സ് തരുന്നു. ഇല്ലാത്ത അസുഖത്തിന്റെ ഡോക്യുമെന്റ് ഇവിടെ നിന്ന് എടുത്ത് തരാൻ പറ്റും. അപ്പോൾ അവർ വീണ്ടും പറയണത്, ഞങ്ങൾക്ക് ഇതിന്റെ കാലാവധി, അസുഖത്തിന്റെ കാലാവധി നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല, പ്ലീസ് സബ്മിറ്റ് ഓൾ ദ ഡോക്യുമെന്റ്സ്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇത് പരിപാടിയാണെന്ന്. അപ്പം ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താണ്, ഇതേ പരിപാടി ഇവർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു സ്ഥിരം സ്ട്രാറ്റജിയാണ്. ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ ഈസ് എ സ്കാം എന്ന് നമുക്ക് വേണേൽ പറയാം. അതായത് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സാധാരണ എല്ലാ കാര്യങ്ങൾക്കും പ്രവീൺ എല്ലാം ചെകഞ്ഞു പരിശോധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര സാധാരണക്കാർക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ? ഇത് തെറ്റല്ലല്ലോ, നമ്മളൊരു സിസ്റ്റത്തെ വിശ്വസിക്കല്ലേ. ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നു, നമ്മൾ അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നമ്മൾ ആ രേഖകളൊക്കെ കൊടുക്കുന്നു, നമ്മൾ ഇൻഷുറൻസിന് പേയ്മെന്റ് കൊടുക്കുന്നു. സോ നമ്മളെ വിചാരിക്കുന്ന ഇവിടെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, ഇവിടെ അതേപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ട്, കൺസ്യൂമർ കോർട്ട് ഉണ്ട്, ഓംബുഡ്സ്മാൻ ഉണ്ട്. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഇങ്ങനത്തെ തട്ടിപ്പ് കാണിച്ചാൽ അവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്, നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ നിയമങ്ങൾക്കൊന്നും ശക്തിയില്ല. ഇപ്പം ഇൻഷുറൻസ് കമ്പനി തെറ്റാണ് എന്ന് തെളിഞ്ഞു എന്ന് വിചാരിക്കാം. ഇപ്പം നാളെ എൻ്റെ കേസ് ഞാൻ വിജയിക്കും എന്നുള്ളൊരു 100% ഉറപ്പാണ്. കാരണം അവർക്ക് ഒരു തരത്തിലും അത് എതിർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓംബുഡ്സ്മാൻ അവർക്കെതിരെ വിധിക്കും, അല്ലെങ്കിൽ ഞാൻ കോടതി പോവും. സുപ്രീം കോടതി വരെ പോയിട്ടല്ല ഞാൻ ഈ കേസ് ഞാനത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റവർ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്തു? ഇല്ലില്ല, അവർ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു ബീമ IRDA ഒരു പോർട്ടൽ റിലീസ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആണത്. അപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവരിപ്പോൾ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഓഫീസറെ അസൈൻ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ കേസ് പഠിക്കാൻ പറഞ്ഞു. സോ ലെറ്റ്സ് സീ, ഒരു 14 days നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ബീമാ ബറോസ. അത് എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ, നമുക്ക് ഇൻഷുറൻസ് കമ്പനി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് കണ്ടിന്യൂസ്ലി സെയിം ഡോക്യുമെന്റ്സ് ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബീമാ ബറോസ എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് പോർട്ടൽ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായിട്ടും ഒരു ഗ്രീവനസ് ഓഫീസറെ ഈ കേസിന് അസൈൻ ചെയ്യേണ്ടി വരും. ദെൻ ഷീ ഓർ ഹി ഹാസ് ടു വെരിഫൈ ഓൾ അവർ ഡോക്യുമെന്റ്സ്. എന്നിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു എന്ത് ഡോക്യുമെന്റ്സ് ആണ് മിസ്സിംഗ് എന്ന്. അവർക്ക് ഈ വട്ടുകളി പരിപാടി ഇനി നടക്കില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവൻ ഈ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാലും എനിക്ക് ക്ലെയിം ചോദിച്ച പൈസയും 30 ദിവസത്തിന് ശേഷം ബാങ്ക് ഇൻട്രസ്റ്റിന്റെ മുകളിൽ 2% എക്സ്ട്രായുമാണ് അവർക്ക് തരേണ്ടതുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഒരു കേസാണ്, ഇതുപോലെ ഒരു 100 പേരെ ഇവർ വലിപ്പിക്കുമ്പോൾ അതിനകത്തൊരു 10 പേരാണ് ഇത്രയും വരെയൊക്കെ പോവുക. കുറെ ആൾക്കാർ, പൈസയുള്ള ആൾക്കാർക്ക് ഇത് വേണ്ടെന്ന് വെക്കും, ഇനി ഇതിന്റെ പുറകെ നടക്കാൻ കഴിയണമെന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡോക്യുമെന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. നിങ്ങൾക്കൊരു സാധാരണ ഒരു മനുഷ്യനൊക്കെ, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത് പ്രോസസ്സ് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാ ഡോക്യുമെന്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി മെനക്കെടാം. ഞാൻ 4 AI വെച്ചിട്ടാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്കെതിരെയുള്ള എല്ലാ ലീഗൽ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാം നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരുടെ പോളിസി വേർഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം നമുക്കെതിരായിട്ടുണ്ടോ, എല്ലാം നമ്മൾ പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വക്കീൽ നടത്തുന്ന കൂടുതൽ എഫക്റ്റീവായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ഇത് പറ്റില്ല. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഘട്ടമാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇവരെ ഷെയിം ചെയ്യിക്കുക എന്നുള്ളത്. അതായത് വിളിച്ചു പറയാം സമൂഹത്തോട്. ഇപ്പം എൻ്റെ ആ പോസ്റ്റ് വായിച്ച ഒരു 100 പേര് ഇവരുടെ ഇൻഷുറൻസ് എടുക്കുന്നില്ല തന്നെ ഇവർക്ക് 50 ലക്ഷം രൂപയിലും പോയിട്ടുണ്ട്. എൻ്റെ ഒരു 1.25 ലക്ഷം രൂപ തരാതിരിക്കുന്ന ഇവരുടെ 50 ലക്ഷം രൂപ എനിക്ക് കളയാൻ പറ്റി എന്ന് ഒരു ചാരിതാർത്ഥ്യ വില എനിക്കുണ്ട്. ഒരു മനസ്സുഖം ഞാൻ പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ വൈറലായി. കാരണം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല. അപ്പം നമ്മൾ ഈ ക്യാപിറ്റലിസ്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും. ഇപ്പം കണ്ടില്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ വേണമെന്ന് പറയുമ്പോൾ നീയൊക്കെ അല്ലേ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വാദിച്ചത്. ഇത് സ്വകാര്യ മേഖലയുടെയോ ഇതിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ, ഏത് സ്വകാര്യ മേഖല ആയാലും എന്തായാലും നമുക്കിവിടെ ഒരു നിയമം വേണം. ആ നിയമത്തിൽ പ്രോസസ്സുകൾ, കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മളൊരു ഫുട്ബോൾ കളിക്കുമ്പം റഫറി വേണം. കളിയിൽ ഫൗള് കാണിച്ചാൽ അയാൾ മഞ്ഞക്കാർഡ് എടുക്കും, ചുവപ്പ് കാർഡ് എടുക്കും, അല്ലേ? അപ്പോൾ ആ റഫറിക്ക് പവറില്ല, മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും ഒന്നും എടുക്കാൻ കഴിവില്ലാത്ത വെറുതെ ഒരു പൊട്ട റഫറി ആണെങ്കിൽ ഒരു കാര്യമില്ല. കളിക്കാർ തമ്മിൽ ഗുണ്ടായിസ് നടക്കും, അവിടെ തല്ലും പിടുത്തുമായിരിക്കും. അപ്പോൾ ഈ റഫറിയെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.
അപ്പോൾ റെഫറി എംപവർ ചെയ്യിക്കുന്നതിന് നമ്മൾ നോക്കി, ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി IRDAയുടെ റൂൾസിൽ തന്നെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ IRDA ഒരു പവർഫുൾ അതോറിറ്റി ആക്കി മാറ്റുക. നമുക്ക് ഇത്തരത്തിൽ ക്ലെയിം നിഷേധിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ വിധി വരുമ്പോൾ അവർക്ക് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് ഒഴിച്ച് ഒരു വലിയ ഫൈനും കൂടെ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ വലിച്ചു നീട്ടി ഇത്രയും ഡിലേ ആക്കുന്നത് അവർക്ക് ലാഭമല്ലാതായി മാറും. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ 100 പേർക്കെതിരെ ഇവരിതുപോലെ വലിച്ചു നീട്ടുമ്പം അതിൽ 10 പേരാണ് കേസുമായിട്ട് പോകുന്നത്, അതിൽ 5 പേർക്കെതിരെയാണ് വിധി അവർക്കെതിരായിട്ട് വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് ബാക്കി 95 പേരുടെയും കാശ് അവർക്ക് ലാഭമാണ്. ആ ലാഭത്തെ മറികടക്കുന്ന രീതിയിലുള്ളൊരു പെനാൽറ്റി അവർക്ക് വരണം. അപ്പം അവർ ഈ പരിപാടിക്ക് നിൽക്കില്ല. പിന്നെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ ഡോക്യുമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഏത് ഡോക്യുമെന്റ്, എന്ത് ഡോക്യുമെന്റ് എന്ന് കൃത്യമായി പറയാൻ പറ്റണം. ഈ വേർഡിങ്സ് പ്ലീസ് സബ്മിറ്റ് ഓൾ ഡോക്യുമെന്റ്സ്, ഇങ്ങനത്തെ ജനറിക് വേർഡ്സ് ഒന്നും സമ്മതിക്കാൻ പാടില്ല. അവർ പറയണം ഏത് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ മിസ്സിങ്. പിന്നെ വേറെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പം, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയും. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ആ ബാധ്യത എടുക്കുന്നതിന് അണ്ടർ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന സെൽഫ് ഡിക്ലറേഷൻ അനുസരിച്ചാണ്. അതായത് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും മുൻപേ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, ഡയബറ്റിക്സ്, പ്രഷർ, സർജറി നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഹാർട്ടിൻ്റെ സർജറി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ പൊതുവേ നമ്മുടെ ആൾക്കാർ, ഞാൻ ഇതിൻ്റെ ഇൻഷുറൻസ് കമ്പനിയുടെ മോശം കാര്യം ഞാൻ പറഞ്ഞു, പക്ഷേ ഇൻഷുറൻസ് കമ്പനി ഇത്രയും മോശമാക്കിയതിൽ നമുക്കൊരു വലിയ പങ്കുണ്ട്. നമ്മുടെ സമൂഹത്തിനൊരു പങ്കുണ്ട്. കാരണം ആദ്യകാലത്തൊക്കെ നിങ്ങൾക്കറിയാം, ഈ സ്റ്റാറിൻ്റെ ഒക്കെ ഇൻഷുറൻസ് ഇമ്മീഡിയറ്റ്ലി ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ് പക്കായിരുന്നു, അപ്പോഴേ പൈസ തരും എല്ലാം. ഈ ഇൻഷുറൻസ് കമ്പനിയെ വലിയ വ്യാപകമായിട്ട് പലരും പറ്റിക്കാൻ തുടങ്ങി, ഹോസ്പിറ്റലുകാർ ഉൾപ്പെടെ. അങ്ങനെ ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഭയങ്കര നഷ്ടത്തിലേക്ക് പോകാൻ തുടങ്ങി. ഹെൽത്ത് ഇൻഷുറൻസ് വ്യാജമായിട്ട്, അതായത് നിങ്ങൾക്ക് നേരത്തെ ഉള്ള അസുഖം മറച്ചു വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ നടത്താൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കും, അല്ല ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ ശ്രദ്ധിക്കുക? ഇത് ശരിയാ, ഇത് റിയൽ ആണോ, അല്ലെങ്കിൽ അതായത് റിയൽ ആണോ നമുക്ക് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് ഡിക്ലറേഷൻ ആണ് അവരെടുക്കുന്നത്. എന്നിട്ട് നിങ്ങളൊരു ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഇവർ അന്വേഷിച്ചിറങ്ങുന്നത്. ആ പ്രോസസ്സ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടുത്തണം, കമ്പനി തന്നെ ബോധ്യപ്പെടണം. പിന്നെ ഇവർക്ക് ഈ പരിപാടിയായിട്ട് ഇവർ പറയും നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു, ആ അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വയ്ക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ കൊണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വലിയ പൈസയുടെ പ്രശ്നമാവും. അപ്പോൾ അത് ഒരു IRDA ആണ് ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്. ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുന്നതിന് മുമ്പ് എടുക്കേണ്ടത് എന്ന് നിർബന്ധം വയ്ക്കും. ഇപ്പോൾ ടേം ഇൻഷുറൻസിനൊക്കെ ഓൾറെഡി അതുണ്ട്, അത് ഈ ഹെൽത്ത് ഇൻഷുറൻസിലേക്കും കൂടെ വ്യാപിപ്പിച്ചാൽ മതി. മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പിന്നെ മെഡിക്കൽ ടെസ്റ്റുകൾ വരുമ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസുകാരും പിന്നെ മെഡിക്കൽ ടീമും തമ്മിൽ ഒരു ടൈപ്പ് വരില്ല. അല്ല, അത് അവർക്ക് ഗുണമാണ്. കാരണം നമുക്കിപ്പോൾ നമ്മൾ പോയിട്ടൊരു ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2000 രൂപ ചാർജ് ചെയ്യുമെങ്കിൽ ഇൻഷുറൻസിന്റെ ടൈപ്പിലുള്ള ഇത് പോകുമ്പോൾ അവർ 500 രൂപ അവർക്ക് ചാർജ് ആവുള്ളൂ. സോ ഇറ്റ്സ് ബിക്കോസ് അവർ കോർപ്പറേറ്റ് റേറ്റിൽ നമുക്ക് തരും. അപ്പോൾ നമുക്ക് പൈസ കുറച്ചാൽ കിട്ടും. പിന്നെ ഏതൊക്കെ ടെസ്റ്റുകൾ എന്നുള്ളത് IRDA തന്നെ ആ പാനൽ ഡിസൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇവർ നമ്മളൊക്കെ ഒരിക്കലും എടുക്കാൻ പറ്റാത്ത ടെസ്റ്റുകളൊക്കെ പറയും. പിന്നെ പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നിലവിലത്തെ ഇൻഷുറൻസിൽ 5 വർഷം മൊറട്ടോറിയം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരേ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ തുടരുകയാണ്, 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് പിന്നീട് പറയാൻ പറ്റില്ല, നിങ്ങൾ അസുഖം ഒളിച്ചു വെച്ചു എന്ന് പറയാൻ പറ്റില്ല. 5 വർഷമാണ് മൊറട്ടോറിയം. അത് നമ്മൾ 3 വർഷമാക്കാൻ നമ്മൾ ശുപാർശ ചെയ്യുന്നു മൊറട്ടോറിയം. പിന്നെ ഈ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൊറട്ടോറിയത്തിൻ്റെ ആവശ്യമില്ല. കാരണം Day 1 ഓൺവേർഡ്സ് നിങ്ങളുടെ എല്ലാ എക്സിസ്റ്റൻ്റ്, അതായത് നിങ്ങൾ കവേർഡാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഇവർ പരിശോധിച്ച് നോക്കി ഇല്ല എന്ന് അവർ നിശ്ചയിച്ച ലാബ് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? പിന്നെ ചിലർ മനഃപൂർവ്വം ഫ്രോഡൊക്കെ ചെയ്യാം. അങ്ങനെ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് സ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം ഇൻഷുറൻസ് കമ്പനിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വളരെ വ്യാജമായിട്ട് ഇപ്പം നിങ്ങളുടെ ബ്ലഡ് സാമ്പിളിന് പകരം വേറെ ആളുടെ സാമ്പിൾ കൊടുക്കുക, അതിനൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ തടയിടാൻ മാർഗ്ഗങ്ങളുണ്ട്, ബയോമെട്രിക് സിസ്റ്റം എല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് in case if somebody has gone that extent to cheat them, they can sue them. Okay, പക്ഷെ അത് അവർ തെളിയിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇവരുന്നയിക്കാനുള്ളൊരു വാദം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു മെഡിക്കൽ ടെസ്റ്റ് കണ്ടീഷൻ വയ്ക്കുമ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ പെനിട്രേഷൻ കുറയും, ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്ന കുറയും. നമുക്ക് എണ്ണം കൂട്ടുമല്ലോ
ആവശ്യം, ക്വാളിറ്റി. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ ഇൻഷുറൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പാണല്ലോ ആവശ്യം. അതെ. നമുക്ക് വെറുതെ കുറേ പേർക്ക് ഇൻഷുറൻസ് കൊടുത്തിട്ട് കാര്യമില്ല, അത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ മാത്രമേ ഗുണം വരൂ. അപ്പം ഞാൻ പറയുന്നത് ഈവൻ നമ്മൾ, കാരണം ചിലപ്പോൾ ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഇത് പുഷ് ബാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ നിർദ്ദേശം പറയുമ്പോൾ. അതിന് പകരം നമ്മളിത് ഓപ്ഷൻ ആക്കുകയാണ്. അതായത് ഇപ്പോൾ അതീനെ ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ അതീനയ്ക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതീനയ്ക്ക് സെൽഫ് ഡിക്ലെയർ ചെയ്യാം, എനിക്ക് അസുഖമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ 3 വർഷത്തെ മൊറട്ടോറിയം ബാധകമാണ്, എല്ലാം ബാധകം. അതല്ല, അതീനയ്ക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എന്നെ എല്ലാം നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതിനൊരു പ്രീമിയം കൂടുതലാണ്. ലെറ്റ് ദം ടേക്ക് മോർ പ്രീമിയം, കുറച്ചുകൂടെ പൈസ ഇടും, എന്നാലും നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ. പിന്നെ ഇവർക്ക് ഇത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ സജഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു ക്യാമ്പയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ വി നീഡ് ടു മീറ്റ് ദ മിനിസ്ട്രി. അതായത് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മിനിസ്ട്രിയാണ് ഇവിടെ. ഒന്ന്, ഹോസ്പിറ്റലുകളെല്ലാം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിൽ, ഈ IRDA ഇൻഷുറൻസ് കമ്പനികളെല്ലാം മിനിസ്ട്രി ഓഫ് എക്കണോമിക്സ് ഫിനാൻസിൻ്റെ കീഴിൽ. അപ്പം ഈ 2 പേരും തമ്മിൽ യോജിച്ച് വേണം ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ. കാരണം ഇതിനകത്ത് പിന്നെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ബിക്കോസ് ഇപ്പം എൻ്റെ മകളുടെ ഈ സർജറിക്ക് ആസ്റ്ററിൽ 1,20,000 ആയി. അതേ റേറ്റിംഗ് ഉള്ള ഹോസ്പിറ്റലാണ് രാജഗിരി. രാജഗിരിയിൽ ഇതേ ഓപ്പറേഷന് 90,000 രൂപയുള്ളൂ. ഈ 30,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. എങ്ങനെ വന്നത്? അപ്പം നമ്മുടെ ബില്ല് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സർജറിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും 29,000 രൂപയുള്ളൂ. ഇതിപ്പോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു അത്ര പോലും വരില്ല. 29,000 രൂപയുള്ളൂ ആസ്റ്ററിലെ സർജറിയുടെ കോസ്റ്റ്. ബാക്കി വന്നിരിക്കുന്ന പൈസ മുഴുവൻ റൂം റെന്റും കൺസ്യൂമബിൾസ് 50,000 രൂപ എന്ന് പറഞ്ഞാൽ ഗ്ലൗസ്, സർജിക്കൽ, ഇത് മറ്റേത് മറിച്ചതൊക്കെ 50,000 രൂപ അടിച്ചിട്ടിരിക്കുന്നു. ഇറ്റ്സ് എൻ ഇൻഫ്ലേറ്റഡ് പ്രൈസ്. ഞാൻ പറയുന്നത് ഒരേ ഗ്രേഡിലുള്ള 2, അതായത് ഒരേ സ്റ്റാർ A ഗ്രേഡിലുള്ള 2 ഹോസ്പിറ്റലിൽ 30,000 രൂപയുടെ വ്യത്യാസം ഒരേ സർജറിക്ക്. അപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് പറയാണ്, ഹോസ്പിറ്റലിനോട് പറയാണ്, യു നീഡ് ടു പബ്ലിഷ് ഒരു പ്രധാനപ്പെട്ട 100 പ്രൊസീജിയറുകളുടെ, അതായത് പ്രൈസ് കൺട്രോൾ അല്ല, ഹോസ്പിറ്റൽ ഇത്ര ചാർജ് ചെയ്യാവുന്നു അല്ല നമ്മൾ പറയും, നിങ്ങളുടെ ബാൻഡ് ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ ദിസ് ആൻഡ് ദു. അതായത് A ഗ്രേഡിലുള്ള ഹോസ്പിറ്റലുകളിൽ ഇന്ന സർജറിക്ക് ഈ തുക മുതൽ ഈ തുക വരെ ആകാം എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പാരിസൺ കിട്ടും. ബിയിലുള്ള, അപ്പം ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ, കാരണം ഇപ്പം ഇൻഷുറൻസ് കമ്പനി എനിക്കിപ്പം നിവബുപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് 90,000 തരുള്ളൂ, അല്ലെ ഈ ഒരു ഹോസ്പിറ്റലിൽ റേറ്റ് ചെയ്താണെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയില്ലല്ലോ, നമ്മൾ സർജറി കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി പണിയാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ ഒരു 3-4 വർക്ക്ഷോപ്പിൽ കൊട്ടേഷൻ എടുക്കും. പക്ഷെ നമ്മുടെ മെഡിക്കൽ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല. നമ്മളെപ്പോഴും നമുക്ക് ട്രസ്റ്റ് ഉള്ള, നമുക്ക് നല്ല ഡോക്ടർ, നമ്മൾ ഡോക്ടർ തമ്മിലുള്ള റിലേഷൻ, ഡോക്ടറെ കുറിച്ചുള്ള അഭിപ്രായം, ഇതെല്ലാം പരിഗണിച്ചും കൂടിയാണ് നമ്മളൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നത്. വണ്ടി പണിയാൻ കൊടുക്കുന്ന പോലെ നമ്മളെ പണിയാൻ കൊടുക്കില്ല. അപ്പം നമ്മൾ കുറെ കൂടെ ട്രസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അവിടെ ഒരു ട്രാൻസ്പെറൻസി വേണം നമുക്കെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആവശ്യം. ഇറ്റ്സ് നോട്ട് എ പ്രൈസ് ക്യാപ്പ്. അതായത് പ്രൈസ് ക്യാപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ പുഷ് ബാക്ക് ചെയ്യും, നമ്മളെ പോളിസി അവർ അംഗീകരിക്കില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന റിഫോം എന്ന് പറഞ്ഞാൽ it will be beneficial to health insurance companies, it will be beneficial to hospitals, it will be beneficial to patients. 3 പേരെയും ടേക്ക് കെയർ ചെയ്തുകൊണ്ടുള്ള പോളിസി റിഫോം വന്നാലേ ഇത് ഇൻഡസ്ട്രി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ പേഷ്യൻസിന്റെ ഭാഗത്ത് നമ്മുടെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പേഷ്യൻസിനകത്ത് ഒരുപാട് തട്ടിപ്പുകാരുണ്ട്, വഞ്ചകന്മാരുണ്ട്, ഇത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. ഈ ഹോസ്പിറ്റലുകാർ തട്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും തട്ടിപ്പുകാരാണെന്നും, ഇതേപോലെ തന്നെ ഇൻഷുറൻസ് ഇതെല്ലാം നമ്മൾ തന്നെയാണല്ലോ, വേറെ ഏലിയൻസ് ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഓപ്പർച്യൂണിറ്റി നോക്കും അവർക്ക് പറ്റിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഇതിനകത്തൊരു സാധാരണക്കാരൻ സത്യസന്ധനായിട്ട് പെരുമാറുന്നവൻ പെട്ടുപോകരുത്. അതിനാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന് ഒരു പ്രശ്നം വരില്ല, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പ്രശ്നം. തട്ടിപ്പ് നടത്തുന്നവർക്ക് ഇതൊക്കെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ എന്ത് റിഫോം പറഞ്ഞാലും അവർക്ക് പ്രശ്നമാണ്. അവർക്ക് ലൂപ്പ് ഹോൾസ് ആണ് അവരുടെ ജീവിതോപാധി. അപ്പോൾ ഇതിനെതിരെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. നമ്മളിപ്പോൾ കൂടെ ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ നമുക്ക് എസൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. സോ ഡോക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലാത്തവരുണ്ട്, ഹോസ്പിറ്റൽ നടത്തുന്ന ആൾക്കാരുണ്ട്. സോ അപ്പം ഞാൻ ഇതൊരു കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരെ കാണുക, നമ്മുടെ MP-മാരെ കാണുക, ഇത് അവതരിപ്പിക്കുക. ഈ ഒരു പ്രശ്നം നമ്മൾ വിത്ത് സൊല്യൂഷനാണ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. മേ ബി അവരുടെ കൂട്ടത്തിലുള്ള എക്സ്പെർട്ട് പാനൽ റിവ്യൂ ചെയ്യുമ്പം അവർക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഹെൽത്ത് ഇൻഷുറൻസ് ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല. കാരണം ഇറ്റ്സ് എ സ്കാം എന്ന രീതിയിലാണ്, ആൾക്കാർക്കാർക്കും ട്രസ്റ്റ് ഇല്ല. നിങ്ങൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പം ക്ലെയിം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ ആങ്സൈറ്റി, നിങ്ങൾക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്ക, കാരണം നമ്മളെല്ലാം
വലിയ മെഡിക്കൽ ബില്ലുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സിൻ്റെ സാലറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നഴ്സുമാരുടെ സാലറി കൂട്ടണമെന്ന് പറയുന്നു. ആൻഡ് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ ചിലവ് കൂടുന്നു. പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എ കോമൺ മാൻ ടു അഫോർഡ് എനി ഓഫ് ദിസ് ട്രീറ്റ്മെൻറ്റ്. വിത്തൗട്ട് ഇൻഷുറൻസ് ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രവീൺ, പിന്നില്ലേ ഇതിപ്പോ ഇതൊരു വലിയ സ്കാം ആണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു വലിയൊരു എന്താ പറയാ വലിയൊരു ശൃംഖലയായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തേലും ഇല്ലില്ല. ഇപ്പൊ എൻ്റെ പോസ്റ്റ് നിവാബൂപ്പ ഓൾറെഡി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവർക്കത് നല്ലപോലെ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നിവാബൂപ്പയുടെ ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്ന ഏജന്റുമാർക്ക് പ്രഷറായിട്ടുണ്ട്. കാരണം ഇത് കാണുന്ന ആൾക്കാർ നിവാബൂപ്പ എടുക്കില്ല. മനസ്സിലായോ? എന്നെ പോലെ ഒരാൾക്ക് എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ച് ഉള്ളതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പം അതുകൊണ്ടാണ് സാധാരണക്കാരെ ആൾക്കാർ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്നെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ തെറിയൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സോ ദാറ്റ് മീൻസ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് എ റിയൽ ഇഷ്യൂ, ആളുകളെ ബാധിക്കുന്ന, സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ രാഷ്ട്രീയം മറന്ന് നമ്മുടെ കൂടെ നിൽക്കും, മതം മറന്ന് നമ്മുടെ കൂടെ നിൽക്കും. കാരണം ഇതൊക്കെ ഇവരെല്ലാവരും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലേ? ഞാൻ സംഖ്യയാണ്, ഇവൻ പറയുന്നതുകൊണ്ട് ഞാൻ കൂടണ്ട എന്ന് വിചാരിക്കുന്നില്ല ആൾക്കാർ. അല്ലെങ്കിൽ ഇവൻ കമ്മിയാണ് അതുകൊണ്ട് അവർക്കൊക്കെ പ്രശ്നം. കാരണം എല്ലാവരുടെയും പ്രശ്നം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ CJP പോലത്തെ ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പറയുമ്പം, ബിക്കോസ് 22 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അവരതിനു മുമ്പ് ആദ്യത്തെ ഘട്ടത്തിൽ അവർ കൊണ്ടുവന്നതൊന്നും ഏറ്റില്ല. പക്ഷേ ഈ ഒരു നീറ്റ് വിഷയത്തെ തൊട്ടപ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു മൊമെൻറ്റം കിട്ടിയത്. ബിക്കോസ് ഇറ്റ്സ് ടച്ചസ് എവരി കോമൺ പീപ്പിൾ. അതേപോലെ ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു കൂട്ടായ്മകൾക്കും ആൾക്കാർക്കും സോഷ്യൽ പ്രഷറിന് മാത്രമേ ഈ രാഷ്ട്രീയക്കാരെ മാറ്റി ചിന്തിപ്പിക്കാനോ അവരെ കൊണ്ട് നിയമങ്ങൾ നിർമ്മിപ്പിക്കാനോ ഒക്കെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നിലയ്ക്കാണ് നമ്മളിതൊരു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കം വൻ വിജയമാവട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കമൻറ്റിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾ ഗ്രൂപ്പിൽ വരിക. നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങൾ പറയരുതെന്നല്ല ഞാൻ പറയുന്നത്. ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് മേഖലയെ റിഫോമുകളിലേക്ക് നയിക്കുക എന്നുള്ളത്, ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയെ പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ ഇത് കാണുന്ന ഓഡിയൻസിനോട് ഞാൻ പറയാനുണ്ട്, നമ്മുടെ പല ഡീറ്റെയിൽസ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവരെല്ലാം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആണ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാം ഒരു 90-ന് മുകളിലാണ്. 96%. നിവാബൂപ്പയൊക്കെ 96%. ഇതൊരു കള്ളക്കണക്കാണ്. ഈ കണക്ക് കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ശരിക്കും അറിയേണ്ടത് ഇവർ 100 രൂപ പിരിക്കുന്നതിൽ, ICR എന്ന് പറയും, 100 രൂപ പിരിക്കുന്നതിൽ എത്ര രൂപ ഇവർ ക്ലെയിമായിട്ട് കൊടുക്കുന്നു. ഇപ്പം നിവാബൂപ്പയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 55, 100 രൂപ പിരിച്ചാൽ 55 രൂപയൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ നമുക്കത് അതിനകത്തും വേറെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരുപാട് പുതിയ ഇൻഷുറൻസ് പോളിസികൾ വരുമ്പം ഈ ICR കുറഞ്ഞിരിക്കും. കാരണം ക്ലെയിം കുറവും പ്രീമിയം കൂടുതലും ആയിരിക്കും. അപ്പം നമുക്ക് ICR മാത്രം എടുക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം HDFC ERGO, ICICI ലൊംബാർഡ്, ബജാജ് ഇങ്ങനത്തെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ICR ബെറ്ററാണ്. കാരണം അവർക്ക് ഇതുകൂടാതെ മോട്ടോർ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ICR ഹെൽത്തിൻ്റെ മാത്രമായിട്ട് ഡാറ്റ അവൈലബിൾ അല്ല ഇവരുടെ ഒന്നും. നിവാബൂപ്പ കെയർ, സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഹെൽത്ത് കെയർ മാത്രമാണ് മോസ്റ്റ്ലി. അപ്പോൾ ഇവരുടെയൊക്കെ ഹെൽത്തിൻ്റെ മാത്രമുള്ള ഡോക്യുമെൻറ്റും ബാക്കിയുള്ളവരുടെ എല്ലാം കൂടെ ചേർന്നതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും വേണ്ട കണക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത് ഇവർ പുറത്ത് വിട്ടിട്ടില്ല. അതായത് നമുക്ക് ഒരു ക്ലെയിം നമ്മൾ വരുമ്പോൾ ഇവർ പറയാണ് ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നു. ആ റിജക്റ്റ് ചെയ്ത ക്ലെയിം കേസിൽ പോകുന്നു. ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോകുമ്പം ഇവർക്കെതിരെ എത്ര കേസുകൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ കണക്ക് കിട്ടിയാൽ നമുക്കറിയാം എത്ര പേരാണ് തെറ്റായ ക്ലെയിം റിജക്ഷൻ, ഏത് കമ്പനിയാണ് തെറ്റായ ക്ലെയിം റിജക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിവാബൂപ്പയുടെ 100 കംപ്ലൈൻറ്റ് ഓംബുഡ്സ്മാനിൽ വന്നിട്ട് അതിൽ 90 അവർക്കെതിരെയാണ് വിധിച്ചതെങ്കിൽ അവർ അവരുടെ ക്ലെയിം അഡ്ജുഡിക്കേഷൻ സിസ്റ്റം വളരെ ബാഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു സാധനത്തിന്റെ റിവ്യൂ കണ്ടു മനസ്സിലാക്കുന്നത്. അതെ, ആ കണക്ക് നമുക്കില്ല. അപ്പം നമ്മളുടെ റിഫോമിനകത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ കണക്ക് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ ഇവർ പരസ്യം ചെയ്യുന്ന ഏതാണ്? ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 98%. ഈ കണക്ക് കള്ളക്കണക്ക് വെച്ചിട്ടുള്ള പരസ്യം ചെയ്തതിൽ അവസാനിക്കും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പെനാൽറ്റി ഇത് തന്നെയാണ്. ഈ കണക്ക് വെളിവിട്ട് കഴിഞ്ഞാൽ then they will be forced to correct their mistake. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഒരു ഡിമാൻഡ്. ദൗത്യം അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇത്ര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. അതായത് എൻ്റെ വിഷയം എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഞാനത്
ആൾക്കാരുടെ പൊതുജനങ്ങളുടെ ഒരു വിഷയം എന്ന രീതിയിൽ നമ്മൾ അതിനെ കാണുന്നു. ഇപ്പം എൻ്റെ ഈ വിഷയം പരിഹരിക്കപ്പെട്ടാലും നമ്മളിത് അവിടെ അവസാനിപ്പിക്കത്തില്ല. നമ്മൾ അവതരിപ്പിക്കുന്ന രീതിക്കാണല്ലേ പ്രാധാന്യം. എന്തായാലും നന്നായി തീരട്ടെ. താങ്ക് യു സോ മച്ച്.